ഫ്രണ്ട്സ്, ഞാൻ തടാകം കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ ജോലി ചെയ്യുന്നതും. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ചുള്ളിലായിട്ടാണ് ഇത് വരുന്നത്. ജിഗ്നി എന്ന് പറയും. ഒരു 40 കിലോമീറ്ററോളം ഉള്ളിലോട്ടായിട്ടാണ് വരുന്നത്. ജിഗ്നിയിൽ കൽബാലു എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു തടാകം ഉള്ളത്. ഇത് മാൻമെയ്ഡ് പോണ്ടാണ്. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന തടാകമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആയിരക്കണക്കിന് തടാകങ്ങള് മനുഷ്യനിർമ്മിതമായതും നാച്ചുറൽ ആയിട്ടുള്ള പോണ്ട്സും ബാംഗ്ലൂരിൽ നിരവധിയുണ്ട്. അപ്പോൾ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു 10 to 20 ഏക്കറോളം ഇതിന്റെ സൈസ് വരുന്നുണ്ട്. ഇതിന്റെ സെന്ററിലായിട്ട് തന്നെ ഒരു കുറച്ച് പ്രദേശം ഒരു ചെറിയൊരു തുരുത്ത് പോലെ ഉണ്ട്. അവിടെ ഒരു മരമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 6 മണി വരെ ഇതൊരു പാർക്കാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പോൾ പക്ഷേ ഇതിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം ഇതിൽ വെള്ളവും വളരെ കുറവാണ്. അപ്പോൾ ഇതിപ്പോ കണ്ടില്ലേ, ഇതിന്റെ വർക്ക് ഇപ്പോഴും മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂ കാണുന്നത്. എന്തിന്റെയാന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു മരത്തിൽ നിന്ന് പറിച്ചെടുത്ത പൂ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വന്നത്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പാർക്കിന്റെ ഈ ഏരിയകളിലായിട്ട് പല സ്ഥലത്തും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈവനിങ് ആളുകൾ വാക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാർക്കാണ്. പക്ഷേ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 6 മണി വരെയാണ് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇവർ വിസിലൊക്കെ എടുത്ത് വന്നിട്ട് വിസിലടിക്കാൻ തുടങ്ങും. പക്ഷെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ബാത്റൂം ഒക്കെ നല്ല സെറ്റപ്പിൽ ഇവർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല രീതിയിൽ നമുക്ക് മോർണിംഗ് വാക്കും ഈവനിങ് അതേപോലെ തന്നെ ഒരു 6 o'clock വരേക്കും നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. മുകളിലൂടെ പോകുന്ന ഈ ലൈൻ കണ്ടില്ലേ, ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് അതിനകത്ത്. ഞാൻ വിചാരിച്ചത് തേനീച്ചക്കൂട് അടുത്തുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഈ ഒരു JCB വെച്ച് മണ്ണ് മാന്തി ടിപ്പറിലൂടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതിന്റെ ആഴം വർദ്ധിപ്പിക്കണം, അതേപോലെ തന്നെ അതിന്റെ വിസ്തീർണം. ഇതിനോട് ചേർന്ന് തന്നെ കാണുന്ന ഇത് സെമിത്തേരി ആണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഇപ്പോഴും ആളുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത. പണ്ട് കാലത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം പണ്ട് കാലത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ മോശം സ്ഥലമായിരുന്നു. കാരണം പിടിച്ചുപറിയും കള്ളന്മാരും അതേപോലെ ഈ കൽബാലു തന്നെ പണ്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മലയാളി കൊല്ലപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കായി സെറ്റ് ചെയ്ത് നിറച്ചു മരങ്ങളും നമ്മുടെ നാട്ടിലെ പല മരങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നോക്കിയേ, പക്ഷികളൊക്കെ, അതായത് നമ്മൾ കൊക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന ഇഷ്ടം പോലെ കൊക്കുകളുണ്ട്. കാരണം വെള്ളം വറ്റുന്നല്ലേ. വെള്ളം വറ്റിയില്ലെങ്കിൽ അവർക്ക് എപ്പോഴാണ് മീൻ പിടിക്കാം. നോക്കുമ്പോൾ ഇതേ കപ്പിൾസ് ആയിട്ട് പോകുന്നുണ്ട് ഡോഗ്സ്. എവിടെ നോക്കിയാലും ഡോഗ്സ് ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ ഡോഗ്സ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. കാരണം ഇവിടെ അങ്ങനെ ഡോഗ് ബൈറ്റ് ഒന്നും നമ്മൾ അധികം കേൾക്കാറില്ല. കാരണം ആളുകൾ നല്ല രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അങ്ങനെ ക്ലീൻ ചെയ്യാത്ത കുറച്ച് ഭാഗമുണ്ട്. ഭയങ്കര ഹൈറ്റിൽ കുറെ പുല്ലുണ്ട് കേട്ടോ. നമ്മളെക്കാട്ടിലും ഹൈറ്റിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അതാണ് വീട്. ഇവിടെ പിള്ളേരുടെ കൂടെ ഒരു മാച്ച് ചെയ്യണമെന്നുണ്ട്. ഒരു കളിയൊക്കെ കളിച്ചിട്ട് ഇനി വീട്ടിലോട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്യാങ്.